അപ്പോൾ ഈ വർഷത്തെ മഴക്കാലത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ നമ്മൾ തൈ ഉൽപ്പാദനത്തിൻ്റെ തിരക്കിലാണ്. നമ്മളെ കൈ കേടുന്നതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഇത്രയധികമൊക്കെ നമ്മൾ കുരുമുളക് തൈകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. മറ്റ് 1, 2, 3 ഒക്കെ ആവശ്യക്കാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്രാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ടാണ് ഇപ്പോൾ നമ്മൾ തൈ ഉൽപ്പാദനത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വേര് പിടിപ്പിക്കാൻ വെച്ച തൈകളാണ് ഇപ്പോൾ ഇന്ന് കാണിച്ചത്. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു വരുന്നുണ്ട്. കാരണം വർഷക്കാലത്താണ് ഇതൊക്കെ നന്നായിട്ട് വേര് പിടിപ്പിക്കാൻ കഴിയുക. വേനൽക്കാലത്ത് ഒരിക്കലും നമ്മൾ വേര് പിടിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ 10 എണ്ണം വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം മാത്രമേ ചിലപ്പം കിട്ടി എന്ന് വരുള്ളൂ. എന്നാൽ ഈ സമയത്ത് നമ്മൾ ചെയ്താൽ 10 എണ്ണം വെച്ചാൽ 8 എണ്ണവും ലഭിക്കും. നല്ല രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചധികം തന്നെ തൈകൾ ഉൽപ്പാദിപ്പിക്കണം എന്ന രീതിയിൽ തന്നെയാണ് തയ്യാറെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. പിന്നെ നമ്മൾ ഈ ബുഷ് പെപ്പറിൻ്റെ തൈ വെച്ചാൽ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അവസാനമായിട്ടൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോ ഒക്കെ പൂർണ്ണമായിട്ടും കണ്ട് മറ്റുള്ളവർക്കും ഷെയർ ചെയ്തെത്തിച്ചാൻ ശ്രമിക്കുക. കാരണം നമ്മളിതിൻ്റെ തുടക്കത്തിലൊക്കെ കുറേയേറെ തൈകൾ കൊറിയറായിട്ടും മറ്റുമൊക്കെ നമ്മൾ നൽകിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമുക്ക് കൈയിൻ്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ വന്ന് അതൊക്കെ സ്റ്റോപ്പായത്. അപ്പോൾ അതൊക്കെ വീണ്ടും പുനരാരംഭിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളത് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് തൈകൾ ആവശ്യമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്കതൊരു ഉപകാരം തന്നെയായിരിക്കും. പിന്നെ ഇപ്രാവശ്യം ഫസ്റ്റിലെ മഴയ്ക്ക് തന്നെ കുരുമുളകിൽ പലതും തിരിയിട്ട്, എന്നാൽ നല്ല രീതിയിൽ തിരിയിട്ട് വന്നപ്പോൾ കരുതി നല്ല രീതിയിലുണ്ടാവുന്നു. എന്നാൽ ഈ മഴക്കതൊക്കെ കുഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ കുരുമുളകിൻ്റെ കാര്യവും കഷ്ടത്തിൽ തന്നെ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറവായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയാൽ കുരുമുളക് കൃഷിയിലൊരു നഷ്ടം തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് മാത്രമല്ല, എല്ലായിടത്തും മഴ ഇതുപോലൊക്കെ ലഭിച്ചിടത്തൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഈ മഴക്ക് നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയത് വീണ്ടും പൂവണിയുമോ എന്നൊന്നും അറിയില്ല. പ്രയാസമാണ് കൊഴിഞ്ഞു പോയ കാലിൽ വീണ്ടും തിരിയിടാനൊക്കെ. ഇങ്ങനെയൊന്നും ഒരു കാലത്തും കാണാറില്ല. മഴയൊക്കെ നല്ല രീതിയിൽ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ തിരിയിടാറുള്ളത്. എന്നാൽ ഇതാ ഫസ്റ്റ് മഴയ്ക്ക് തന്നെ പെട്ടെന്ന് തിരിയിട്ട് കണ്ട് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്നറിയില്ല. ഏതായാലും അതൊക്കെ കാത്തിരുന്ന് കാണാത്ര തന്നെ. അപ്പോൾ അതാ പറയുന്നത്, ഇപ്രാവശ്യത്തെ കുരുമുളകിൻ്റെ കാര്യം വളരെ മോശമാണ്. കുരുമുളകൊക്കെ കാലാവസ്ഥക്കനുസരിച്ച് നല്ല രീതിയിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ല മുതൽ മുടക്കില്ലാത്ത നല്ല കൃഷി തന്നെയാണ്. പക്ഷേ കാലാവസ്ഥ അനുകൂലമായിരിക്കണം എന്ന് മാത്രം.